ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്നിപ്പോൾ ഒരു പൂളൻ്റെ പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ പാടത്തുനിന്ന് കാക്ക കൊണ്ടുവന്ന് തന്നാട്ടോ ഒരു കിഴങ്ങിൻ്റെ കഷ്ണം മാത്രം. അത് ഇതിൻ്റെ കൂടെയുള്ള പൂളൻ്റെ കൊമ്പൊക്കെ പറിച്ചപ്പോഴും ഇത് പറിക്കാൻ കിട്ടാഞ്ഞിട്ട് അവിടെ വെച്ചതായിരുന്നാണ് കാക്ക പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വണ്ടിക്ക് കയറ് കെട്ടിക്കാണ്ട് ഒരൊറ്റ കൊമ്പുള്ളൂ, അത് വണ്ടിക്ക് കയറിട്ട് വലിച്ചപ്പോൾ 37 കിലോ കിഴങ്ങാണ് ഒരു ഒറ്റ പൂളക്കൊമ്പിനുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ കാക്ക നമുക്ക് അതിൽ നിന്ന് ഒരു കിഴങ്ങ് അത് കഷ്ണം മുറിഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി 3/4 ഭാഗമുണ്ട് ഒരു കിഴങ്ങിൻ്റെ, അതുതന്നെ 3.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കിഴങ്ങ് കിട്ടിയപ്പോൾ ഞാൻ ഇത് നിങ്ങൾ കണ്ടില്ല, ഈ നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു കിഴങ്ങിൻ്റെ ഒരു കഷ്ണം 4 പൊളിച്ച് വെച്ചിട്ട് ഒരു കിഴങ്ങിൻ്റെ അത്ര തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഇറച്ചിക്കറിക്കും പൂളക്കിഴങ്ങ് ഇട്ടത്. അപ്പോൾ അങ്ങനെ ഇറച്ചിക്കറിക്കും വേട അതേപോലെ ചേമ്പ് ഇതൊക്കെ കൂട്ടാൻ വെക്കണ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ ചുരണ്ടി വെക്കുന്നുണ്ട് എനിക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി ഞാൻ പൂളപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട സ്ഥാനത്ത് ഫ്രീസറിൽ വെച്ചപ്പോൾ വൈരുവിൻ്റെ ശേഷമാണ് ഞാൻ അത് എടുത്തു കൊടുന്ന് പൊടിക്കുകയാണ്. ഭാഗ്യത്തിന് എൻ്റെ 3 വിരൽ നഷ്ടപ്പെടാതെ കിട്ടി. അതാണ്ട് ഓണാക്കിയതും ഫ്രിഡ്ജിൽ കട്ടായി കിടന്നല്ലോ, ഒന്നാകണ്ട് തെറിച്ചിൻ്റെ വിരൽ ജസ്റ്റ് അതിക്ക് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ നല്ല വേദന, മുറിയായി വന്നിട്ടൊന്നുമില്ല കേട്ടോ. അവസാനം ഞാൻ പിന്നെ അതൊക്കെ പെറുക്കി വെള്ളത്തിലിട്ട് വെക്കുക ചെയ്തത്. പടച്ച റബ്ബ് കാത്തതാണ്. ആ ഒരു ഒറ്റ കഷ്ണം മതിയായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതായി അരക്കാൻ വേണ്ടി ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ വിചാരിച്ചു. അപ്പോഴത് ഐസായി കിടക്കുകയാണ്, അതുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാനൊരു 3/4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് അപ്പോൾ ആ വെള്ളം പുഴിഞ്ഞ് എടുത്തുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലാകെ ഞാൻ പേടിച്ചതാണ്. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നിട്ട് ഫ്രീസറിലാണ് വെച്ചത്. അതാണ് ഇതിൻ്റെ അടുത്ത് വന്ന അബദ്ധം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഫ്രീസറിലുള്ള സാധനങ്ങളൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ. എന്നിട്ട് ഒരൊറ്റ ട്രിപ്പിൽ പൊടിക്കാനുള്ളതുള്ളൂ. പക്ഷെ എനിക്ക് പേടി, നമുക്ക് ഒരിക്കൽ പേടി കടന്നാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ കുറേശ്ശെ ആയിട്ടാണ് ഞാനത് അരച്ചെടുത്തത്. അങ്ങനെ കംപ്ലീറ്റ് ഒന്നുകൊണ്ട് അരച്ചെടുത്തു. സാധാരണ അത് വെള്ളത്തിലൊന്നും ഇട്ട് അരക്കൂല കേട്ടോ, നമ്മൾ അങ്ങനെ നേരക്കുന്നതന്നെയാണ് ഇട്ട് അരച്ചു കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള ഉപ്പും ഒരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ അധികം ടൈറ്റായിട്ട് നമ്മൾ എന്തായാലും കുഴച്ചെടുക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെള്ളം കൂടി ഇതിലിട്ട് വെച്ചതുകൊണ്ട് കുറച്ച് അധികം ലൂസായതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി അതിൽ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാനത് വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാനൊക്കെ പോയതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാലാണ് വന്നുകാണ്ട് പരത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് പരത്താൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ എന്നിട്ടാണ് കേട്ടോ ഓരോന്നും പരത്തിയെടുത്തത്. പിന്നെ ഞാനൊരു പേപ്പറിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റിലാണ് പരത്തുന്നത്. പക്ഷേ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സീറ്റുമ്മൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് തേങ്ങ നമ്മൾ കൂടുതൽ ഇടണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വെളിച്ചെണ്ണ തടവാതെ ചൂടാണെങ്കിൽ ഏറ്റവും നല്ലത്. 2 ഭാഗവും ഒന്ന് ജസ്റ്റ് അതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ തേക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ മറ്റേമ്മൽ ആദ്യം തന്നെ ഒരു എണ്ണമയക്കല്ലേ വരിക, അതുകൊണ്ടാട്ടോ പറയുന്നത്. പിന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വേഗം ആദ്യം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം ഇത് വെന്ത് വരാൻ നിൽക്കരുത്. ഇടയ്ക്കും തലക്കും ഇങ്ങനെ മറിച്ചിട്ട് കണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ. ആദ്യം തന്നെ മുരിച്ചെടുക്കല്ലേ വേണ്ടത്. പിന്നെ ഞാൻ അതിൻ്റെ മേലൊക്കെ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ, തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയോ എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് 2 ഭാഗവും അതിൻ്റെ ശേഷം കേട്ടോ ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെ എണ്ണ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക. അത് കണ്ടില്ല നിങ്ങൾ, കുറേശ്ശെ മുരിച്ചിൽ വരും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് സിനുവിൻ്റെ ഒരു ഐറ്റം കേട്ടോ. പക്ഷേ ഓൻ അറിയാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓൻ വീഡിയോ എടുക്കണത് അറിഞ്ഞിട്ടില്ല. എന്നോട് വീഡിയോയിൽ പെടും വിചാരിച്ചിട്ടാണ് കുറേ നേരം ഓൻ വെയിറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ ഓൻ അറിയില്ല ഞാൻ എടുക്കുന്നത്. ഓനൊരു മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. ഓനക്കും സഫാഫിനും വെച്ചാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ഇഷ്ടമാണ്. അതേമാതിരി സിഫുവിന് അതിന് നേരെ ഓപ്പോസിറ്റ്. അതിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല, വേറെയുള്ള കാര്യത്തിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിലും ഈ ഭക്ഷണ കാര്യത്തിൽ ഓന് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ മക്രോണി തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അതിൽ വെള്ളം കൂടുതലുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ. അപ്പോൾ അതുവരേക്കും ഞാൻ ചട്ടം കൊണ്ട് അതിന് മറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓനക്ക് കയ്യിലിട്ട് ഇളക്കാനും ഇതിനൊക്കെ ഒരു പേടി പോലെ.
അപ്പോൾ ചട്ടകം കൊണ്ടാണ് ഇളക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കി ഞാൻ പറഞ്ഞ് ഇങ്ങനെയല്ല ഇളക്കുക കയ്യിലോണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷം ആ കയ്യിലൊക്കെ വാങ്ങി വെച്ച് കൊടുക്കുക. പിന്നെ ഓൻ്റെ ഐഡിയക്ക് അനുസരിച്ചാണ് ഓൻ ഇപ്പോൾ ഗരം മസാലപ്പൊടി, അതിൽ കുരുമുളക് പൊടി, അതിൽ ക്രഷ് ചെയ്ത മുളക്, ഉപ്പും മഞ്ഞളും ഞാൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പും മഞ്ഞളും ഇതിൽ കുറവാണ്, എരിവില്ല ഉപ്പുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ അപ്പോൾ എരിവിന് പോകാൻ പറഞ്ഞത് ഞാനതിൽ കുരുമുളക് പൊടി പിന്നെ ക്രഷ് ചെയ്ത മുളകൊക്കെ ഇട്ടേക്കണ്, പിന്നെ പച്ചമുളക് ഇട്ടേക്കണ്, എരിവ് ഇടണില്ല, മഞ്ഞളിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞളിട്ട് കൊടുത്ത്. പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ അതൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര തോനെ വെള്ളം ഒഴിക്കണ്ട പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളം ഒഴിച്ചാൽ നമ്മൾ മക്രോണിൻ്റെ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ ഇത് പിടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യട്ടെ വിചാരിച്ചുകൊണ്ട് ഞാനങ്ങനെ അറിയാതെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ചുടുന്ന വീഡിയോ എടുക്കണമെന്നാണ് ഓൻ്റെ വിചാരം. ഏതായാലും സംഗതിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓന് ലാസ്റ്റിക്ക് കയ്യിൽ വെച്ചാട്ട് ഇളക്കിയത്. ചട്ടകം കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു ചേർച്ച വരില്ലല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇത്രയാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താണ് കേട്ടോ എല്ലാവരും. കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിക്കോളി കേട്ടോ. നല്ലത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ട് എങ്കിൽ ആ കമൻറ്റ് ചെയ്താൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് വരാം കേട്ടോ. ഇപ്പം നിങ്ങളെല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് കാശ് കിട്ടുന്നതും ഒക്കെ നിങ്ങളെല്ലാവരും കൂടി ഇതുള്ളതാണ്. അപ്പം പിന്നെ ഇനിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.